ഡോക്ടർ ഹാരിസിനെതിരായ അന്വേഷണം അവസാനിപ്പിച്ച് മുഖം രക്ഷിക്കാൻ സർക്കാർ നീക്കം. വിഷയത്തിൽ പ്രതികരിക്കാതെ ഒഴിഞ്ഞുമാറി ആരോഗ്യമന്ത്രി. ഹാരിസിനെതിരെ നടപടിയെടുക്കില്ലെന്ന് KGMCTAക്ക് സർക്കാർ ഉറപ്പു നൽകി. വാർത്താ സമ്മേളനത്തിനിടെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് ഫോണിലൂടെ നിർദ്ദേശം നൽകിയത് DME ആണെന്നതിന്റെ തെളിവ് മീഡിയ വൺ പുറത്തുവിട്ടു. സർക്കാരിനെതിരെ ഇനി സംസാരിക്കില്ലെന്ന് ഡോക്ടർ ഹാരിസും പ്രതികരിച്ചതോടെ മഞ്ഞുരുക്കം ഉറപ്പായി. ഡോക്ടർ ഹാരിസിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ പാളിയതോടെ അന്വേഷണം അവസാനിപ്പിച്ച് തലയൂരുകയാണ് ആരോഗ്യവകുപ്പ്. ഹാരിസിനെ കുടുക്കാൻ നോക്കി സ്വയം കുടുങ്ങിയിരിക്കുകയാണ് സർക്കാർ. മഞ്ഞുരുകിയതോടെ ഗവൺമെന്റിനെ കുറ്റം പറയാൻ താൽപര്യമില്ലെന്നും മോഴ്സലോസ്കോപ്പ് കാണാതായി എന്നത് മന്ത്രിയെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നും ഡോക്ടർ ഹാരിസ് പറഞ്ഞു. എന്തോ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. മാഡം നമുക്ക് വളരെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ്. ഈ ബ്യൂറോക്രാറ്റിക് സിസ്റ്റത്തിലുണ്ടായ മെല്ലപ്പോക്ക് ഇങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളാണ് ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. എന്നാൽ ഹാരിസിനെ ഉന്നമിട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിലെ DMEയുടെ ഫോൺ കോൾ ഹാരിസിനെതിരെ നടത്തിയ ഗൂഢാലോചന വ്യക്തമാക്കുന്നതാണ്. പ്രിൻസിപ്പലിനെ DME ഫോണിലേക്ക് വിളിച്ചെന്ന മീഡിയ വൺ വാർത്ത അദ്ദേഹം തന്നെ സ്ഥിരീകരിച്ചു. അത് ഞാൻ തന്നെയാണ്. സൂപ്രണ്ടിനെയും പ്രിൻസിപ്പലിനെയും വിളിച്ചത് ഞാൻ തന്നെയാണ്. ഡോക്ടർ ഹാരിസിനെതിരെ തുടർ നടപടി ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഒഴിഞ്ഞുമാറുകയാണ് ആരോഗ്യമന്ത്രി. ഇല്ല, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പറയാനുള്ളപ്പോൾ ഞാൻ അറിയിക്കാം. എന്നാൽ ഡോക്ടർ ഹാരിസിനെതിരെ നടപടിയെടുക്കില്ലെന്ന് KGMCTAക്ക് ആരോഗ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഒരു ഫർദർ എൻക്വയറിയുടെ ആവശ്യമുണ്ടെന്ന് തന്നെ സംഘടന കരുതുന്നില്ല. കാരണം ഇതിപ്പോൾ എല്ലാം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ആർക്കെതിരെയും നടപടി ശുപാർശയില്ലാതെ DME തിങ്കളാഴ്ച റിപ്പോർട്ട് സമർപ്പിക്കുന്നതോടെ വിവാദങ്ങൾ പൂർണ്ണമായി ഇല്ലാതാകും. മീഡിയ വൺ, തിരുവനന്തപുരം.